ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സെയിൽ ടാക്സ് ഓഫീസർ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഉപകരിക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1, GST came into force with effect from. Options are 1st July 2017, 1st April 2017, 1st June 2017, 13th July 2017. Option A is the correct answer. 1st July 2017. GST came into force with effect from 1st July 2017. Second question, GST Constitution Amendment Act 2016 is. Options are 111, 101, പിന്നെ 122, 121. അതിൽ ഓപ്ഷൻ 101 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്റ്റാണ്. 101 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്റ്റാണ് വരുന്നത്. Question number 3, GST is a direct tax or indirect tax. Option B is the correct answer. Indirect tax ആണ്. Question number 4, GST Constitution Amendment Bill is. Options A 111, 101, 122, 121. അതിൽ ഓപ്ഷൻ സി 122 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ലാണ്. 122 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല് ആകുന്നു. GSTN stands for Goods and Service Tax Network, Goods and Service Tax Network Model, Goods and Service Tax Network Portal. Option A is the correct answer. GSTN stands for Goods and Service Tax Network. The country who introduced GST firstly in the world. ലോകത്ത് ആദ്യമായിട്ട് GST കൊണ്ടുവന്നിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് ഓപ്ഷൻസ് ഇന്ത്യ, ഫ്രാൻസ്, അമേരിക്ക, ഇംഗ്ലണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഫ്രാൻസ് ആണ് ലോകത്ത് ആദ്യമായിട്ട് GST കൊണ്ടുവന്നിട്ടുള്ളത്. GST ഇൻട്രൊഡ്യൂസ്ഡ് ഫസ്റ്റ്ലി ഇൻ ദ വേൾഡ് ഇൻ ദ ഇയർ ഓഫ്. ഏത് ഇയറിലാണ് ലോകത്ത് ആദ്യമായിട്ട് GST കൊണ്ടുവന്നിട്ടുള്ളത്? ഓപ്ഷൻസ് ആർ 1951, 1954, 1997, 1964. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 1954 ലോകത്ത് ആദ്യമായിട്ട് GST ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദ കോൺസെപ്റ്റ് ഓഫ് GST ഒറിജിനേറ്റഡ് ഫ്രം. GST എന്ന ഒരു ആശയം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് കൺട്രിയിൽ നിന്നാണ്? ഓപ്ഷൻസ് ഇന്ത്യ, ഫ്രാൻസ്, കാനഡ, അമേരിക്ക. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ, Canada. And then question number 9, Article 269A deals with. Article 269A എന്നുള്ളത് Article 269A എന്ത് കാര്യവുമായിട്ട് റിലേറ്റഡ് ആണ്? ഓപ്ഷൻസ് GST കൗൺസിൽ, ലെവി ആൻഡ് കളക്ഷൻ ഓഫ് GST ഓൺ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ, GST റേറ്റ്സ്, രജിസ്ട്രേഷൻ. ആൻസർ levy and collection of GST on interstate supply. Article 269A deals with the levy and collection of GST on interstate supply. And which model of GST has India chosen? ഇന്ത്യയിൽ ഏത് മോഡൽ GST ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻസ് ഫ്രാൻസ് മോഡൽ, Canadian dual GST model, USA model, New Zealand model. Options B is the correct answer. Canadian dual GST model. Who is the father of GST? ആരാണ് GSTയുടെ ഫാദർ എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് ആർ അടൽ ബിഹാരി വാജ്പേയി, പീയൂഷ് ഗോയൽ, ചിദംബരം, അരുൺ ജെയ്റ്റ്ലി. അടൽ ബിഹാരി വാജ്പേയി ആണ് GSTയുടെ ഫാദർ എന്ന് അറിയപ്പെടുന്നത്. വിച്ച് കൺട്രി ഹാസ് ഹയസ്റ്റ് GST സ്ലാബ് റേറ്റ്? ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ GST സ്ലാബ് റേറ്റ് ഉള്ളത്? ഓപ്ഷൻസ് ആർ ഹോങ്കോങ്, ഇന്ത്യ, ന്യൂസിലാൻഡ്, മൊനാക്കോ. ഇന്ത്യയാണ് ഏറ്റവും കൂടിയ GST സ്ലാബ് റേറ്റ് ഉള്ളത്, 28%. വിച്ച് കൺട്രി ഹാസ് സീറോ ടാക്സ്?
സീറോ ടാക്സ് ഉള്ള രാജ്യം എന്ന് പറയുന്നത് ഓപ്ഷൻസ് ഒമാൻ, ഖത്തർ, ഹോങ്കോങ്, മൊണോക്കോ. ഒമാനാണ് correct answer. Then finance minister who introduced GST bill in the ലോക്സഭയിൽ GST ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫൈനാൻസ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി, പീയൂഷ് ഗോയൽ, ചിദംബരം, മൻമോഹൻ സിംഗ്. ഓപ്ഷൻ എ is the correct answer, അരുൺ ജെയ്റ്റ്ലി. അടുത്ത 15th question. Which country has the lowest GST rate in the world? ലോകത്ത് ഏറ്റവും കുറഞ്ഞ GST റേറ്റ് ഈടാക്കുന്ന രാജ്യമെന്ന് പറയുന്നത് ഓപ്ഷൻസ് ആർ ന്യൂസിലൻഡ്, ചൈന, ഹോങ്കോങ്, ഇന്ത്യ. അതിൽ ഹോങ്കോങ്ങിലാണ് ഏറ്റവും കുറവ് GST റേറ്റ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16. ഡാഷ് ഈസ് ദ കോമൺ ഇലക്ട്രോണിക് GST പോർട്ടൽ. കോമൺ ഇലക്ട്രോണിക് GST പോർട്ടൽ www.gst capital GST.gov.in www.gst.gov.in. Article 279A relates to. ആർട്ടിക്കിൾ 279A എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? GST കൗൺസിൽ. എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? GST കൗൺസിൽ. UGST സ്റ്റാൻഡ്സ് ഫോർ. UGST എന്ന് പറയുന്നത് എന്തിൻ്റെ ഫുൾ ഫോമാണ്? യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 19. ദ സ്ലോഗൻ ഓഫ് GST. GSTയുടെ സ്ലോഗൻ എന്ന് പറയുന്നത് എന്താണ്? വൺ നേഷൻ, വൺ ടാക്സ്, വൺ മാർക്കറ്റ്. വൺ നേഷൻ, വൺ ടാക്സ്, വൺ മാർക്കറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 20. ദ സ്ലാബ് റേറ്റ് ഇൻക്ലൂഡ്സ് ഇൻ GSTs. GSTയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ലാബ് റേറ്റുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് 5%, 12%, 18%, 28%, ഓൾ ഓഫ് ദീസ്. ഓൾ ഓഫ് ദീസ് എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ്. ഇന്ത്യയിൽ 5%, 12%, 18% ആൻഡ് 28%. ഈ 4 സ്ലാബ് റേറ്റിലാണ് GST ഈടാക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21. ദ പോയിൻ്റ് ഓഫ് ലെവിയിങ് GST ഇസ്. ഏത് പോയിന്റിലാണ് GST ഈടാക്കുന്നത്? ഓപ്ഷൻസ് പ്രൊഡക്റ്റ് മൂവ് ഔട്ട് ഓഫ് ഡെലിവറി, ദെൻ അടുത്തത് റീറ്റെയിൽ ഔട്ട്ലെറ്റ്, ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് കൺസംഷൻ, നൺ ഓഫ് ദീസ്. ഓപ്ഷൻ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് കൺസംഷൻ. എവിടെയാണോ കൺസംഷൻ നടക്കുന്നത്, ഉപഭോഗം നടക്കുന്നത്, അവിടെയാണ് GST എന്ത് ചെയ്യുന്നത്? ചാർജ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 22. GSTN ഈസ് കമ്പൽസറി ഇഫ് ടേൺ ഓവർ ഓഫ് ഗുഡ്സ് ഈസ് എക്സീഡ്. ഗുഡ്സിൻ്റെ ടേൺ ഓവർ എത്ര കടന്നാലാണ് GST കമ്പൽസറി ആയിട്ട് വരുന്നത്? ഓപ്ഷൻസ് ആർ 40 lakhs, 35 lakhs, 50 lakhs, 25 lakhs. Answer option A, 40 lakhs. Question number 23. Dash is a taxable person. Is someone who carries out business occasionally as a principal agent or any agent capacity. ഒരു വ്യക്തിയാണ്, ടാക്സ് ചെയ്യുന്ന വ്യക്തി. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? ഒക്കേഷണലായിട്ട് ബിസിനസ് ചെയ്യുന്നുള്ളൂ. അത് പ്രിൻസിപ്പൽ ഏജൻ്റായിട്ടോ അല്ലെങ്കിൽ മറ്റു ഏജൻറ്റ് കപ്പാസിറ്റിയിലോ അദ്ദേഹം ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ ഓപ്ഷൻസ് ആർ, ആ വ്യക്തി എന്താണ് പറയുക എന്നുള്ളതാണ്. ഓപ്ഷൻസ് പേഴ്സൺ. ആൻസർ എ പേഴ്സൺ, ബി റെഗുലർ ടാക്സബിൾ പേഴ്സൺ, സി കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, നൺ ഓഫ് ദിസ്. C is the correct answer, casual taxable person. Casual taxable person. Question number 24. Supply consists of 2 or more taxable supply of goods and services naturally bundled and supplied together in the ordinary course of businesses, where one of the product deemed as the പ്രിൻസിപ്പൽ സപ്ലൈ. അതായത് ഒന്നിലധികം ഗുഡ്സ് എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് സപ്ലൈ ചെയ്യുന്നു. ഗുഡ്സോ സർവീസസോ ഒന്നിലധികം സപ്ലൈ ചെയ്യുന്നു. അതൊരു ബണ്ടിലാക്കി ഒന്നിച്ചാണ് സപ്ലൈ ചെയ്യുന്നത്. അതിൽ ഒരു പ്രൊഡക്റ്റ് എന്തായിരിക്കും? മെയിൻ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഐസ്ക്രീമും അത് കഴിക്കാനുള്ള കുറച്ച് കേസസും ഒക്കെ ആയിട്ട്, കേസ്, സ്പൂണ് അങ്ങനെയൊക്കെ ആയിട്ട് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന ആ സപ്ലൈയെ പറയുന്ന പേര്. ഓപ്ഷൻസ് മിക്സഡ് സപ്ലൈ, കോമ്പോസിറ്റ് സപ്ലൈ, ബോത്ത് ഓഫ് ദിസ്, നൺ ഓഫ് ദിസ്. അതിൽ കോമ്പോസിറ്റ് സപ്ലൈ. ആൻസർ എന്താണ്? കോമ്പോസിറ്റ് സപ്ലൈ. ക്വസ്റ്റ്യൻ നമ്പർ 25. ഡാഷ് refers to the GST rates of
two or more individual supplies of goods or services combined to create a single GST price for all the goods. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം ഗുഡ്സ് എന്ത് ചെയ്യുന്നു, ഒന്നിച്ചന്നെ എന്ത് ചെയ്യുന്നത്, കമ്പൈൻ ചെയ്തിട്ട് സപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഓരോന്നും ഡിഫറെൻറ്റ് തരത്തിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. പക്ഷെ അത് സിംഗിൾ GST പ്രൈസിലാണ് കൊടുക്കുന്നതെങ്കിൽ ആ സപ്ലൈയെ പറയുന്ന പേര് മിക്സഡ് സപ്ലൈ എന്നാണ്. ആൻസർ എന്താണ്? മിക്സഡ് സപ്ലൈ. Question number 26. GST is a dash-based tax on consumption of goods and services. Options are dividend, destination, duration, none of this. Option B is the correct answer, destination. Question number 27. How many types of taxes will be in Indian GST? Indian GSTയിൽ എത്ര ടൈപ്സ് ഉണ്ട് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് 2, 3, 4, 5. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. 4 ടൈപ്സ് ഉണ്ട്. സ്റ്റേറ്റ് GST ഉണ്ട്, അത് SGST എന്ന് പറയും. യൂണിയൻ ടെറിട്ടറി GST ഉണ്ട്, UTGST എന്ന് പറയും. സെൻട്രൽ GST എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ അടുത്തത് ഇൻ്റഗ്രേറ്റഡ് GST IGST എന്നും പറയും. 28. Which of the following is not subsumed in GST? GSTയിൽ അബ്സോർബ് ചെയ്യാത്ത ഏതെങ്കിലും ടാക്സ് ഇതിലുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. വാറ്റ്, ലക്ഷറി ടാക്സ്, സെൻട്രൽ സെയിൽ ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടി. ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇസ് നോട്ട് സബ്സംഡ് വിത്ത് GST എന്നുള്ളത്. ദെൻ HSN കോഡ് സ്റ്റാൻഡ്സ് ഫോർ. HSN കോഡ് എന്തിനെ ഫുൾ ഫോമാണ്? ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻ ക്ലേച്ചർ. ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻ ക്ലേച്ചർ. എന്താണ് HSN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഒരു പ്രൊഡക്ട്സുകളെ എന്ത് ചെയ്യുക, പേര് കൊടുക്കുക, അത് ക്ലാസിഫൈ ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോഡാണ് HSN കോഡ് എന്ന് പറയുന്നത്. അത് 6 ഡിജിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഏതാണ്ട് ലോകത്ത് നോക്കുകയാണെങ്കിൽ 5000-ലേറെ പ്രൊഡക്റ്റുകൾക്ക് എന്തുണ്ട്, HSN കോഡ് ഉണ്ട്. അപ്പോൾ HSN കോഡ് എന്ന് പറഞ്ഞാൽ ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻ ക്ലേച്ചർ ആൻഡ് ഇറ്റ്സ് എ മെത്തേഡ് of naming, classifying and identifying products, and it's used to classify goods to calculate GST. Then SAC code stands for. Question number 30. SAC code എന്തിനെ ഇതാക്കുന്നു, എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? സർവീസിംഗ് അക്കൗണ്ടിംഗ് കോഡ്. എന്താണ് സർവീസിംഗ് അക്കൗണ്ടിംഗ് കോഡ്? അവിടെ ഗുഡ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ സർവീസസിനെ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സാക്ക് കോഡ് എന്ന് പറയുന്നത്. 6 ഡിജിറ്റ്സ് ആണ് ഉണ്ടായിരിക്കുക സാക്ക് കോഡിൽ. ക്വസ്റ്റ്യൻ നമ്പർ 31. Dash is a mechanism in GST law wherein the recipient of the goods or services deducts out some amount for tax out of the amount payable to the supplier. അതായത് GSTയിലുള്ള ഒരു ഇതാണ്. ഗുഡ്സ് റെസിപ്പിയൻറ്റ് ആരാണോ ഗുഡ്സ് ആൻഡ് സർവീസസ് റിസീവ് ചെയ്യുന്നത് അവർ ഡിഡക്ട്സ് ഔട്ട് സം എമൗണ്ട് ഫോർ ടാക്സ് ഔട്ട് ഓഫ് ദി എമൗണ്ട് പേയബിൾ ടു ദി സപ്ലയർ. സപ്ലയർക്ക് കൊടുക്കുന്ന എമൗണ്ട് നിന്ന് കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്. ആ എമൗണ്ടിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. TDS. എന്താ പറയുന്നത്? TDX, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. TDSൻ്റെ ഭാഗമായിട്ട് ആ മെക്കാനിസത്തെ പറയുന്ന പേര് TDS എന്നാണ്. ആൻഡ് വിച്ച് വൺ ഓഫ് ദ ബിലോ ടാക്സസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ GST? GSTയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടാക്സസ് ഏതൊക്കെയാണ് താഴെ പറയുന്നത്? സെൻട്രൽ സെയിൽ ടാക്സ്, സെൻട്രൽ സർചാർജസ് ആൻഡ് സെസസ്, വാറ്റ്, ഓൾ ഓഫ് ദ എബവ്. Option D is the answer, all of the above. And question number 33. What is an area or supply in the event of importation of products? Goods import ചെയ്യുന്ന ഇതിൽ ഏരിയ ഓഫ് സപ്ലൈ ഏതാണെന്നുള്ളതാണ്. ഓണർ ഓഫ് ദ ഗുഡ്സ്, ഇമ്പോർട്ടർ ലൊക്കേഷൻ ആൻഡ് പ്ലേസ് വെർ ഗുഡ്സ് ആർ ബീയിങ് ഡെലിവേർഡ് ആഫ്റ്റർ കസ്റ്റം ക്ലിയറൻസ്, കസ്റ്റം പോർട്ട്. Option B is the correct answer, importer location. Question number 34. What is the threshold limit for an e-commerce operator? ഒരു e-commerce ഓപ്പറേറ്ററുടെ മാക്സിമം ലിമിറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. 10 lakhs, 20 lakhs, 50 lakhs, not applicable. Option D is the correct answer, not applicable.
Question number 35. GST is imposed on production of all services and goods except liquor intended for human ingestion, tobacco, healthcare services, all of the above. Question number 35. GST is imposed on the production of all services and goods. GST നമ്മൾ എല്ലാ തരത്തിലുള്ള പ്രൊഡക്ട്സിൻ്റെയും സർവീസസിൻ്റെയും പ്രൊഡക്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചുമത്തിയിട്ടുണ്ട്. പക്ഷേ ചില കാര്യത്തിൽ ഇല്ല. അത് ഒന്നാമത്തെയാണ് ഓപ്ഷൻ വരുന്നത്, ലിക്കർ ഇൻറ്റൻഡഡ് ഫോർ ഹ്യൂമൻ ഇൻജക്ഷൻസ്. അടുത്തത് 36. വാലിഡിറ്റി ഓഫ് GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇസ്. GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഓപ്ഷൻസ് ആർ 5 years, 10 years, till not cancelled 1 year. ടിൽ നോട്ട് ക്യാൻസൽഡ്, അതിന് കാലാവധി ഇല്ല. അത് എത്ര കാലം വേണമെങ്കിലും നമുക്കതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഹൂ ഈസ് ദ പ്രസൻറ്റ് GST ചെയർമാൻ? GSTയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. സോ ഇപ്പോഴത്തെ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററായിട്ടുള്ള നിർമ്മല സീതാരാമൻ ആണ് നമ്മുടെ GSTയുടെ പ്രസൻറ്റ് ചെയർമാൻ എന്ന് പറയുന്നത്. ഹൗ മെനി ഡിജിറ്റ്സ് ഇൻവോൾവ് ഇൻ GSTയിൽ എത്ര നമ്പറാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? 15 ഡിജിറ്റ്സ് ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തെ 2 സംഖ്യ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള 2 സംഖ്യ ആയിരിക്കും. കൂടാതെ അത് 2011 സെൻസസ് പ്രകാരമുള്ള സ്റ്റേറ്റ് കോഡായിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നീടുള്ള 10 സംഖ്യകൾ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ പാൻ നമ്പർ ആയിരിക്കും. അടുത്ത 13ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് എൻറ്റിറ്റി കോഡ്. 14ാമത്തത് ബൈ ഡിഫോൾട്ട് സെഡ് എന്ന ആൽഫബറ്റ് ആയിരിക്കും, ആൽഫബറ്റ് സെഡ്. ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ചെക്ക് കോഡാണ് ടു ഡിറ്റക്റ്റ് എറേഴ്സ്. അതൊരു ആൽഫബറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു നമ്പർ ആയിരിക്കാം. Then question number 39. What is used for GST registration? ഏത് ഫോമാണ് GST രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. വിച്ച് ഫോം ഈസ് യൂസ്ഡ് ഫോർ GST registration? Options are Form GST registration 1, Form GST 20, Form GST Reg and Form GST R. Option A is the correct answer. Form GST Reg 01. Question number 40. Which of the below import duties would be imposed? താഴെ പറയുന്നതിൽ ആരാണ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ചുമത്തുന്നത്? സെൻട്രൽ GST ആണോ, സ്റ്റേറ്റ് ആണോ, IGST ആണോ, CGST ആൻഡ് SGST ആണോ എന്ന് ചോദിച്ചിട്ടുള്ളത് IGST ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിലാണ് എന്ത് വരുന്നത്, ഇമ്പോർട്ട് ഡ്യൂട്ടീസ് വരുന്നത്. Question number 41. Dash is a mechanism where the recipient of the goods or services is liable to pay GST instead of the supplier. അതായത് റെസിപ്പിയൻ്റ് ഓഫ്, സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്, റെസിപ്പിയൻ്റ് ഓഫ് ഈസ് എ മെക്കാനിസം വേർ ദ റെസിപ്പിയൻ്റ് ഓഫ് ദി ഗുഡ്സ് ഓർ സർവീസസ് ഈസ് ലാബിൾ ടു പേ GST. സപ്ലയറിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു, GST പേ ചെയ്യുന്നത് ആരാണോ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് അവർ, സർവീസസ് റിസീവ് ചെയ്യുന്ന അവരാണ്. ആ മെക്കാനിസത്തെ പറയുന്ന പേര് റിവേഴ്സ് ചാർജ് എന്നാണ്. Reverse charge is a mechanism where the recipient of the goods or services is liable to pay GST instead of the supplier. Question number 42. Dash % GST slab rate is applicable to precious metals, gold, silver. ഗോൾഡ്, സിൽവർ അങ്ങനെയുള്ള അതേപോലെ പ്രഷ്യസ് ആയിട്ടുള്ള മറ്റു മെറ്റലുകൾ എന്നിവയ്ക്ക് എത്രയാണ് GST സ്ലാബ് റേറ്റ്? 3%. എത്രയാണ്? 3%. അടുത്ത ക്വസ്റ്റ്യൻ 43. എ ഗുഡ് ഓർ സർവീസസ് ഹൂസ് കൺസംഷൻ ഈസ് കൺസിഡേർഡ് അൺഹെൽത്തി, degrading or otherwise socially undesirable due to the perceived negative effects on the consumers themselves. ഒരു പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസ്, ഇപ്പോൾ ഗാംബ്ലിങ്, ബെറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഡ്രഗ്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അപ്പോൾ അത് അൺഹെൽത്തി ആയിരിക്കും, ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് എഫക്റ്റ്, അങ്ങനെയുള്ള പ്രൊഡക്ട്സുകളെ നമ്മൾ പറയുന്ന പേരെന്താ? ഡീമെറിറ്റ് ഗുഡ്സ്. GSTയിൽ പറയുന്ന ഒരു പേരെന്ന് പറയുന്നത് ഡീമെറിറ്റ്
ഗുഡ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 44. ദ GST സ്ലാബ് റേറ്റ് ഓഫ് ഡീമെറിറ്റ് ഗുഡ്സ് ആൻഡ് ലക്ഷറി ഗുഡ്സ്. ഡീമെറിറ്റ് ഗുഡ്സ് അതേപോലെ ലക്ഷറി ഗുഡ്സിൻ്റെയും GST സ്ലാബ് റേറ്റ് എന്ന് പറയുന്ന ഏറ്റവും ഹയസ്റ്റ് റേറ്റാണ് 28% ആണ്, 28%. If no movement of goods other than in the case of export and import, the delivery point is ഗുഡ്സ് മൂവ് ചെയ്യുന്നില്ല, അത് എക്സ്പോർട്ടും ഇമ്പോർട്ടും അല്ലാത്ത ബാക്കിയുള്ള എല്ലാ കേസിലും. അങ്ങനെയാണെങ്കിൽ ഡെലിവറി പോയിൻ്റ് ഏതായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫ്ലാറ്റാണ് വിൽക്കുന്നത് എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ബിൽഡിങ് അങ്ങനെയുള്ള മൂവ് ചെയ്യാത്തൊരു സാധനമാണ് വിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഡെലിവറി പോയിൻ്റ് എന്ന് പറയുന്നത് അത് എവിടെയാണോ ആ പ്രൊഡക്റ്റ് ഉള്ളത് അവിടെ ആയിരിക്കും. ലൊക്കേഷൻ ഓഫ് ദ ഗുഡ്സ്. ആൻസർ എന്താണ്? ലൊക്കേഷൻ ഓഫ് ദ ഗുഡ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 46 നോക്കാം. എ പെർട്ടിക്കുലർ പോയിൻ്റ് ഇൻ ടൈം വെൻ ദ ഗുഡ്സ് ആർ സർവീസസ് ആർ റെൻഡേർഡ് ഓർ സപ്ലൈഡ്. ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈം വെൻ ദ ഗുഡ്സ് ഓർ സർവീസസ് ആർ റെൻഡേർഡ് ഓർ സപ്ലൈഡ്. നമ്മൾ ആ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്യുന്ന ആ പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിനെ പറയുന്ന പേരാണ് ടൈം ഓഫ് സപ്ലൈ. എന്താ പറയുന്നത്? ടൈം ഓഫ് സപ്ലൈ. ക്വസ്റ്റ്യൻ നമ്പർ 47. ത്രഷോൾഡ് ലിമിറ്റ് ഫോർ രജിസ്ട്രേഷൻ ഇൻ ദ കേസ് ഓഫ് സർവീസസ്. സർവീസസിൻ്റെ കാര്യത്തിൽ ത്രഷോൾഡ് ലിമിറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. 10 lakhs, 20 lakhs, 50 lakhs, നോട്ട് ആപ്ലിക്കബിൾ. 20 lakhs. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 20 lakhs ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 48. ദ കമ്പൽസറി രജിസ്ട്രേഷൻ ഈസ് ആപ്ലിക്കബിൾ ടു. ഏതെല്ലാം കാര്യങ്ങളിലാണ് കമ്പൽസറി രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് വരുന്നത്? GST ചോദ്യമാണ്. GST റിലേറ്റഡ് ആയിട്ട് കമ്പൽസറി രജിസ്ട്രേഷൻ വരുന്നത് ഇൻഡർസ്റ്റേറ്റ് സപ്ലയേഴ്സ്, അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് ഇൻക്ലൂഡിങ് എക്സ്പോർട്ട്, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസ്, ഓൾ ഓഫ് ദീസ്. ഈ എല്ലാ കേസിലും എന്ത് നിർബന്ധമാണ്? കമ്പൽസറി രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇൻഡർസ്റ്റേറ്റ് സപ്ലൈസ്, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺസ്, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസ്. ദെൻ സോമോട്ടോ രജിസ്ട്രേഷൻ മീൻസ് എന്താണ്? സോമോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോമോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുവോമോട്ടോ എന്ന് പറഞ്ഞാൽ ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ എന്നുള്ളതാണ്. ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ. അപ്പോൾ അത് ഒരു ലീഗൽ ടേമാണ്. ഒരു ഇൻഡിവിജ്വൽ GST ആക്ട് പ്രകാരം ലാബിളാണെന്ന് വയ്ക്കാം. അന്നേരം അദ്ദേഹം എന്ത് ചെയ്തു? ഫെയിൽസ് ടു ഒബ്റ്റെയിൻ ദ സെയിം ആൻഡ് ടാക്സ് അതോറിറ്റീസ് ക്യാൻ ഇനീഷ്യേറ്റ് ദ പ്രോസസ് ഓഫ് അലോട്ട്മെൻറ്റ് ആൻഡ് ജനറേഷൻ ഓഫ് ടെമ്പററി ID ത്രൂ ദ സുവോമോട്ടോ രജിസ്ട്രേഷൻ ഫെസിലിറ്റി. അപ്പോൾ ഒരു വ്യക്തിക്ക് GST പ്രകാരം ലാബിലായ വ്യക്തി അയാളത് ചെയ്യാൻ ഫെയിലായിട്ടുണ്ടെങ്കിൽ നേരിട്ട് അതോറിറ്റീസ് എന്ത് ചെയ്യുന്നു? ടെമ്പററി ആയിട്ടൊരു ID ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അയാളെ ഇത് പേ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫെസിലിറ്റി, രജിസ്ട്രേഷൻ ഫെസിലിറ്റിയാണ് എന്ത്? സുവോമോട്ടോ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 50. ഫോം GST Reg 06. രജിസ്ട്രേഷൻ 06. GST രജിസ്ട്രേഷൻ 06 എന്ന ഫോം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്രൂവൽ ഓഫ് GST രജിസ്ട്രേഷൻ. എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? 06 അപ്രൂവൽ ഓഫ് GST രജിസ്ട്രേഷൻ. അടുത്തത് ഫോം GST 05. അങ്ങനെയാണെങ്കിൽ 05 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റിജക്ഷൻ ഓഫ് GST ആപ്ലിക്കേഷൻ. GST ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 52. ഫേസസ് ഓഫ് GST രജിസ്ട്രേഷൻ. GST രജിസ്ട്രേഷനിൽ എന്തെല്ലാം തരത്തിലുള്ള ഫേസസ് ആണ്? എത്ര ഫേസസ് ഉൾപ്പെട്ടിട്ടുണ്ട്? 3 ഫേസസ് ആണുള്ളത്. ഒന്ന് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, GST രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക. അടുത്തത് വെരിഫിക്കേഷൻ ആൻഡ് അപ്രൂവലാണ്. അടുത്തത് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ്. ഓക്കെ.